വചനം വചനം ത്രിയേക ദൈവമം വചനം. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഈശോയുടെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുകയാണ്. ഇന്ന് സ്വർഗം അതിയായി സന്തോഷിക്കുന്ന ദിവസമാണ്. യേശു തൻ്റെ ഭൂമിയിലെ ദൗത്യം പൂർത്തിയാക്കി ദൈവപിതാവിൻ്റെ സന്നിധിയിലേക്ക് തിരികെ പോകുന്നതിൻ്റെ ഓർമ്മയാണ് സ്വർഗാരോഹണ തിരുനാൾ. യേശു തൻ്റെ ദൗത്യം ഭൂമിയിൽ പൂർത്തിയാക്കി തൻ്റെ ശിഷ്യന്മാർക്ക് ചില ദൗത്യങ്ങൾ നൽകിക്കൊണ്ടാണ് ദൈവപിതാവിൻ്റെ സന്നിധിയിലേക്ക് തിരികെ പോയത്. ശിഷ്യന്മാർ അവൻ്റെ ദൗത്യം പൂർത്തീകരിക്കണം. ഒന്നാമത്തെ ദൗത്യം ഈശോ ശിഷ്യന്മാർക്ക് നൽകുന്നത് ലോകമെങ്ങും പോയി എല്ലാവരോടും സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട്, ജീവിതം തന്നെ ഒരു സുവിശേഷമായിട്ട് മാറുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടനവധി വ്യക്തികൾ സുവിശേഷത്താൽ ആകൃഷ്ടരാകുന്നുണ്ട്. നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രിയായ വി.ടി. സതീശൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തൻ്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൻ്റെ പേര് ഇപ്രകാരമാണ്: ആദം നീ എവിടെയാണ്? അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൻ്റെ ചുരുക്കമെന്ന് പറയുന്നത് അദ്ദേഹം നടത്തിയ ബൈബിൾ കൺവെൻഷനുകളിലെ പ്രസംഗങ്ങളാണ് അത് ഉൾക്കൊണ്ടിരിക്കുന്നത്. ആ പുസ്തകത്തിലൂടെ അദ്ദേഹം ക്രിസ്തുവിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ക്രിസ്തു ആണ് എൻ്റെ വഴിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ക്രിസ്തു എല്ലാവരുടെയുമാണ്. ക്രിസ്തു സത്യമാണെന്ന് ഉറക്കെ പ്രഘോഷിക്കുന്ന ഒരു ഹൈന്ദവ സഹോദരൻ. പോകുന്ന ഇടങ്ങളിലും കണ്ടുമുട്ടുന്ന വ്യക്തികളിലുമെല്ലാം ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഞാനും നിങ്ങളുമൊക്കെ കടപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് വി.ടി. സതീശനേക്കാൾ ഒരു പടി കൂടെ നമ്മൾ മുൻപിലേക്ക് കടന്നുകൊണ്ട് ഈ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സ്വർഗാരോഹണ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നുകൂടെ നമുക്ക് ഈ തിരുനാളിൽ അറിഞ്ഞിരിക്കണം. സ്വർഗാരോഹണ തിരുനാളിൽ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന രണ്ടാമത്തെ ദൗത്യമെന്ന് പറയുന്നത് എല്ലാവരെയും ജ്ഞാനസ്നാനപ്പെടുത്തുവാനായിട്ടാണ്. ജ്ഞാനസ്നാനപ്പെടുത്തുവാൻ എന്ന് യേശു പറയുമ്പോൾ നാം എപ്പോഴും നമ്മുടെ ചിന്തയിൽ മാമോദീസ കൊടുക്കുന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്നാൽ അതിനേക്കാൾ ഒരു പടി കൂടെ കടന്ന് അവൻ്റെ സ്നേഹത്തെ, അവൻ്റെ കരുണയെ, അവൻ്റെ കരുതലിനെ, ക്ഷമയെ, അതിനെ ജീവിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് സുവിശേഷ ചൈതന്യം പകർന്നു കൊടുക്കാനായിട്ട്. അവൻ സഭയിൽ അദൃശ്യനാണ്. അതുകൊണ്ടാണ് സഭാപിതാവായ വിശുദ്ധ അപ്രേമിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: യേശു സ്വർഗത്തിലേക്ക് ദൃശ്യനായി കരയേറി, എന്നാൽ സഭയിൽ അവൻ ഇന്നും അദൃശ്യനായി തുടരുന്നുണ്ട്. ഈ അദൃശ്യ സാന്നിധ്യത്തെ ദൃശ്യമാക്കുന്ന അടയാളങ്ങളായിട്ട് അവൻ്റെ സ്നേഹം, അവൻ്റെ കരുണ, അവൻ്റെ ക്ഷമ, അവൻ്റെ കരുതൽ നമ്മളിലൂടെ പകർന്നു കൊടുക്കാനായിട്ട് കഴിയുമ്പോൾ യേശു ഇന്നും സഭയിൽ നമ്മുടെ ഇടയിൽ നമ്മളിലൂടെ ജീവിക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം. സ്വർഗാരോഹണം നമുക്ക് നൽകുന്ന മൂന്നാമത്തെ സന്ദേശമെന്ന് പറയുന്നത് ഈ ലോക ജീവിതത്തിന് അപ്പുറം അനശ്വരതയുടെ ഒരിടമുണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണ്. യേശു തൻ്റെ ദൗത്യം പൂർത്തിയാക്കി പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയി. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുന്നുണ്ട് 14-ാം അധ്യായത്തിൽ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ പോയിട്ട് ഒരു സ്ഥലം സജ്ജമാക്കും, എന്നിട്ട് വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. സ്വർഗാരോഹണം ഇതിനപ്പുറം ഒരു സ്ഥലമുണ്ടെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ അതിനു വേണ്ടിയുള്ള ക്രിയാത്മകമായ ഒരു ജീവിതമായിരിക്കണം നമ്മൾ നയിക്കേണ്ടത്. അമ്മയുടെ ഉദരമെന്ന ചെറിയ ലോകത്തിൽ നിന്ന് ഇത്ര വിശാലമായ ഈ ലോകത്തിലേക്ക് നമ്മൾ എത്തിയെങ്കിൽ
ഇതിനേക്കാൾ വലുതും മനോഹരവുമായ ഒരിടം ദൈവപിതാവിൻ്റെ സന്നിധിയിൽ നമുക്കായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്, നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഈ ലോക ജീവിതത്തിന് അപ്പുറം മനോഹരവും സുന്ദരവുമായ ഒരു ഇടം നമുക്കായിട്ട് യേശു കരുതി വച്ചിട്ടുണ്ട്. സ്വർഗാരോഹണ തിരുനാളിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ഇതിനപ്പുറമുള്ള മനോഹരമായ ശാശ്വതമായ ആ ലോകത്തിലേക്ക് നമുക്കും എത്തിച്ചേരുവാനായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവം നേരുന്നു.